പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 13 പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കയ്യൊപ്പുകൾ, എഴുത്തുകൾ, കമ്മ്യൂണിക്കേഷൻസ്, സന്ദേശങ്ങൾ പരിശുദ്ധയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ അറിയിക്കുന്ന അളിച്ച കർത്താവിൻ്റെ വഴി നടത്തലുകളെ അങ്ങയുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയണമേ. ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയണമേ.
നിർണായകമായ ജീവിതത്തിന് ആവശ്യമായ നിർണയമായ തീരുമാനം എടുക്കുമ്പോഴേ അതിൻ്റെ മൂന്നാം ആളായി പരിശുദ്ധാത്മാവോടെ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിന് അഹിതമായ ചിന്തകൾ, ദൈവത്തിന് അഹിതമായ യാത്രകൾ, ദൈവത്തിന് അഹിതമായ സംരംഭങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങയുടെ മക്കളെ പിതൃത്വത്തിൻ്റെ സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഫോൺ കോളുകളെ, കമ്മ്യൂണിക്കേഷൻസ്, അതിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവാദവും കർത്താവിൻ്റെ സ്വർഗീയമായ മുദ്രകളും ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ, നീ പോകുന്ന സ്ഥാപനങ്ങൾ, കർത്താവ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നും പിഴവ് പറ്റാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് നിൻ്റെ ജീവിത മാർഗങ്ങളെ ആശീർവദിക്കട്ടെ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇല്ലായ്മകളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധമ്മ ദൈവമാതാവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെ മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ, എല്ലാ ഇല്ലായ്മകളും അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ രാത്രി നിന്ന് തിരിച്ചു വരുന്നത് വരെ കർത്താവിൻ്റെ കരുണ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലും അനുഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് 1 Corinthians 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുക ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത്. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കണ എല്ലാ കാര്യം എന്നറിയാമോ? അതായത് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ മരണത്തെ എന്തിനുള്ളതാണത്? നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഒരു വിഷയം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം നടത്താൻ വേണ്ടിയല്ലേ. നമ്മളെപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും നിയമവിരുദ്ധമായ വിഷയങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത്, അതിൻ്റെ സോഴ്സ് ഓഫ് ഈവിൾ എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടമുണ്ടാകും, ആത്മീയമായ കോട്ടമുണ്ടാകും. പിന്നെ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല, നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അത് ദൈവ കണ്ടൻറ്റുകൾക്ക് മാത്രമേ. ഇപ്പോൾ ഡിറ്റർജൻറ്റ്, എല്ലാ കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയുക, പുതിയ കറ ഉണ്ടാക്കുകയേ ഉള്ളൂ അല്ലേ? അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ. പക്ഷേ ചില ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോകും. അതുപോലെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ദൈവഗണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ വിശുദ്ധീകരിക്കണത് എന്താണ്? ദൈവഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിനെതിരായിരിക്കും. അതിനാണ് ഈ വെച്ചും വെട്ടിക്കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ. പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായച്ച പഠിപ്പിക്കുമായിരുന്നു. പുള്ളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു. ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ എന്ന് പറയുന്ന സംഭവത്തിന് വിലങ്ങനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ്. അത് കേട്ടിരിക്കാൻ സുഖമാണെങ്കിൽ ഫിഗറേറ്റീവ് ആണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പകച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ക്രോസ് എന്താണ്? വുഡൻ ക്രോസ് അല്ല, മറിച്ച് എന്താണ്? എൻ്റെ ഹിതമല്ല,
നിന്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ? ആ ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരുന്നത്. ദൈവഹിതമാണ് ദൈവക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നോക്കി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ലുക്ക 22:42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. മനസ്സിലായ? അപ്പൊ അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞ ആത്മാവിൻ്റെ അന്നു വേണ്ട ആഹാരം. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ദൈവ ഇഷ്ടമായി മാറണത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരുമില്ല നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്ത് ത്രൂ കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് നമ്മൾ ഇതാകണത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകണത്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ, അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നൊക്കെ പറയത്തില്ലേ? 4:34 യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. ഈ ആ ഭക്ഷണമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിത വിളികളിൽ, ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ, നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ ഇഷ്ടമായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുക, മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകണം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. അമ്മ കാണാൻ ആഗ്രഹിക്കുന്നതാ. മുഖത്ത് കുറച്ച് സങ്കടം ഉണ്ടെങ്കിൽ നമ്മളെ അമ്മയോടുള്ള വിശ്വാസം അമ്മയ്ക്ക് കാണുമ്പോൾ തോന്നും, എന്നോട് ഇത്ര വിശ്വാസമുള്ള എൻ്റെ അടുത്ത് എത്തിയിട്ട് നിനക്കെന്താ ഇത്രയും സങ്കടം. ഇപ്പോഴും പലവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം, ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉത്കണ്ഠയാണ്. ഇപ്പോൾ ടി വി കൂടി കാണുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഇത് അമ്മ നമുക്ക് ഒരുക്കി തന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റാണ്. നമുക്ക് ഈ ഉടമ്പടി നമുക്ക് അമ്മ തന്നിരിക്കുന്നത് അതൊരു വിളിയാണ്. ദൈവത്തോട് അടുക്കാനുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം അമ്മ തന്നെയാണ്. ഉടമ്പടി വഴി അമ്മ അതിൻ്റെ എല്ലാ ഉത്തരവും അമ്മ തരും. അത് ആഗ്രഹിക്കുക, അമ്മയുടെ ആഗ്രഹം അതാണ്. അത് എൻ്റെ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര വലിയ പ്രശ്നം ആയിക്കോട്ടെ, അത് ഞാൻ വെറുതെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ, അതേപോലെ ഇവിടെ നമുക്ക് കുറേ സാക്ഷ്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയാം. അമ്മയുടെ അടുത്ത് എല്ലാത്തിൻ്റെയും ഉത്തരവുണ്ട്. അപ്പോൾ ഇത് ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ദൈവമായിട്ട് അടുക്കുക, ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. അത് പണ്ടും പഴയ നിയമത്തിലും ദൈവം ഉടമ്പടി വഴി മനുഷ്യരെ വിളിച്ചിരുന്ന അടുത്തേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്. പക്ഷെ അന്ന് വിളിച്ചതെല്ലാം പ്രവാചകന്മാരെ വഴിയാണ്, മോശയും അബ്രാഹാമും വഴിയൊക്കെയാണ് വിളിച്ചത്. ഇന്ന് ഇതിൽ വ്യത്യാസമുണ്ട്. അന്നത്തെ വിളിയിൽ ദൈവം വെച്ചിരുന്നത് ആകെ അനുഗ്രഹം മാത്രമാണ്. അന്ന് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അതിൽ അനുഗ്രഹം മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന്
അമ്മ മാതാവ് വഴി നമുക്ക് അനുഗ്രഹത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ദൈവം നിത്യജീവനും കൂടി വെച്ചിട്ടുണ്ട്, നമുക്ക് കൃപയും കൂടി വെച്ചിട്ടുണ്ട്. അന്നും ഉടമ്പടിയിൽ ദൈവവചനം പാലിക്കണം. ദൈവം ഓരോ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ചെയ്യുമ്പോൾ ഇത് പാലിക്കുമ്പോഴത്തേക്ക് നിനക്ക് ഇത് തരും, ഇത് കിട്ടിയിരിക്കും. വേറൊന്നുമില്ല, ദൈവത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് അമ്മയ്ക്കത് ശരിക്കും മനസ്സിലായി. കാനയിൽ കല്യാണ വീട്ടിലെ പോലെ നമ്മൾ ഓരോരുത്തരുടെ കുടുംബത്തിലും വീഞ്ഞ് തീർന്നിരിക്കുക. അത് സന്തോഷത്തിൻ്റെ വീഞ്ഞ്, സമാധാനത്തിൻ്റെ വീഞ്ഞ്, ആരോഗ്യത്തിൻ്റെ വീഞ്ഞ്, സ്നേഹത്തിൻ്റെ വീഞ്ഞ്, വിശ്വാസത്തിൻ്റെ വീഞ്ഞ് തീർന്നിരിക്കുക. അത് അന്ന് അമ്മ ഈശോയായിട്ടൊരു നമുക്ക് വേണ്ടി ഒരു ഉടമ്പടി ചെയ്താണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥമായിട്ട് നിന്നിട്ട്. നീ അവർക്ക് ചെയ്തു കൊടുക്കുക, നീ പറയുന്നത് അവരനുസരിച്ചോളും, അതുപോലെ ചെയ്തോളും, ദൈവവചനം പാലിച്ചോളും. പക്ഷെ ദൈവവചനം പാലിക്കാൻ അത്ര എളുപ്പമാണോ? ബുദ്ധിമുട്ടാണ്. യോഹന്നാൻ 1:17 പറയുന്നത്, നിയമം മോശ വഴിയും കൃപ ഈ ലോകത്തേക്ക് ലഭിച്ചത് യേശുക്രിസ്തു വഴിയുമാണ്. കൃപയില്ലാതെ ദൈവവചനം പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ദൈവം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈശോ കുരിശിൽ വെച്ച് അമ്മയെ നമുക്ക് തന്നത്. നിനക്ക് കൃപ ആവശ്യമുണ്ട്, കൃപ നിറഞ്ഞവൾ ആവശ്യമാണ്. യോഹന്നാൻ 19:27 അമ്മയെ നമുക്ക് തന്നുകൊണ്ട് ഈശോ പറഞ്ഞാൽ ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ അമ്മ വഴി നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളെ കൃപയിൽ വല്ല കുറവുണ്ടെങ്കിൽ അത് അമ്മ പരിഗണിച്ച് തരും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഞാൻ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് ആരെങ്കിലും പറയാമോ? ദൈവത്തിൻ്റെ തിരുമനസ് എന്താണ്? ദൈവ തിരുമനസ് എന്താ? മനുഷ്യരോട് ദൈവത്തിൻ്റെ തിരുമനസ് എന്താണ്? യോഹന്നാൻ 6:29 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ മകനിൽ വിശ്വസിക്കുക. അതുതന്നെയാണ് ദൈവത്തിൻ്റെ തിരുമനസ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. ഈശോനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം നമുക്ക്. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. ഈ ലോകത്ത് ആരെക്കാളും, എൻ്റെ അമ്മയെക്കാളും അച്ഛനേക്കാളും ആരെക്കാളും എൻ്റെ മക്കളെക്കാളും എന്നോട് കരുതലുള്ള ദൈവം ഈശോയ്ക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ്. അത് ഓരോ മനുഷ്യരും അത് മനസ്സിലാക്കണം. അതാണ് ദൈവത്തിൻ്റെ തിരുമനസ്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹം നമുക്ക് ആവശ്യമുള്ള, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. പ്രഭാഷകൻ 2-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നത് അതാ, നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. അവിടെയുള്ളത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം. നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ ഒറ്റപ്പെടലാണ്. കുറേ പേർക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കുറേ പേർക്ക് ഒറ്റപ്പെടൽ വലിയ പ്രശ്നം തന്നെയാണ്.
നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമോ നിങ്ങളുടെ മനസ്സിൽ? അപ്പോൾ ഇത് ഉടമ്പടി വഴി നമ്മൾ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കുക. അമ്മ മാതാവ് അതാ ചെയ്യിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. അതിന് 2-3 മാർഗമുണ്ട്. ദൈവമായിട്ട് അകന്നു പോകുന്നത് എങ്ങനെയാണ്? ദൈവമായിട്ട് അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുമ്പോൾ, പാവം എന്ന് വെച്ചാൽ ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ, അതാണ് ദൈവമായിട്ട് അകന്ന് നിൽക്കുന്നത്. ദൈവം പറയണതിൻ്റെ എതിരെ ചെയ്യുമ്പോൾ, ഞാൻ ഇതനുസരിക്കില്ല, അതെന്ന് വെച്ചാൽ നിന്നെ വിശ്വാസമില്ല, അത് പാവമാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ, എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. വന്നിട്ടുള്ളവർക്കല്ല. ഇതെന്താന്ന് അമ്മ മാതാവ് വിളിച്ചിരിക്കുക. അമ്മ മാതാവ് വിളിച്ചെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും വാക്ക് വ്യത്യാസം കാണിക്കും. നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കൾ, ഭാര്യ, സുഹൃത്തുക്കൾ. പക്ഷെ ദൈവത്തിന് വാക്ക് വ്യത്യാസം കാണിക്കാൻ അറിയില്ല. നിരാശപ്പെടില്ല നിങ്ങൾ. റോമ 5:5 ദൈവത്തിൽ പ്രത്യാശ വെച്ചല്ലേ വന്നിരിക്കുന്നത്. ഒരിക്കലും നിരാശപ്പെടില്ല നിങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരെയും ദൈവത്തിലിരുന്ന് നിർത്തിയിരിക്കുന്നത് സാത്താൻ്റെ പണിയാണ്. നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, യോഹന്നാൻ 8:34 ഒരു പ്രാവശ്യം പാപം ചെയ്താൽ മതി, ഒരു പ്രാവശ്യം നിങ്ങൾ നുണ പറഞ്ഞാൽ മതി, പിന്നെ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ അകന്ന് ദൈവമായിട്ട് കുറച്ച് മാറി, അങ്ങോട്ട് മാറി. പത്രോസ് പോലും ഈശോനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ, ആദ്യം ഈശോയുടെ അടുത്തായിരുന്നു ആദ്യത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ. 2ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കോമ്പൗണ്ടിലേക്ക് പോയി. നിങ്ങൾ അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അധ്യായം. 3ാമത്തെ പ്രാവശ്യം തള്ളി കറിഞ്ഞപ്പോൾ കോമ്പൗണ്ടിൻ്റെ പുറത്ത് റോട്ടിലേക്ക് പോയി. അപ്പോൾ ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ എപ്പോഴും ശ്രമിക്കേണ്ടത് ഞാൻ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണല്ല. അപ്പം ഇതിനെല്ലാം സാത്താൻ ഒരു കുരുക്കിട്ട് വെച്ചിരിക്കുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക? ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്നത് അനുതാപം വഴിയാണ്. അനുദപിക്കാനാണ് ഈശോ ആദ്യം വിളിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഈശോയുടെ വചനം തന്നെ അനുദപിക്കുക, ദൈവരാജ്യം അടുത്തിരിക്കുക. പക്ഷേ ഈ അനുതാപത്തിലും പല പ്രശ്നമുണ്ട്. അനുദപിക്കുമ്പോൾ അനുതാപവും പലവരും തെറ്റിദ്ധരിക്കുക, കുറ്റബോധവും അനുതാപവും. പലവരും കുറ്റബോധമാണ് അനുതാപം എന്ന് വിചാരിച്ചിരിക്കുക. അച്ഛൻ പറഞ്ഞ പോലെ, നേരത്തെ അച്ഛൻ കുർബാനയിൽ പറഞ്ഞ പോലെ, പത്രോസും യൂദാസും എടുത്തു കഴിഞ്ഞാൽ പത്രോസാണ് കൂടുതൽ പാപം ചെയ്തത്. യൂദാസ് ഒരു പാവേ ചെയ്തുള്ളൂ, ഈശോനെ കാട്ടിക്കൊടുത്തു. കണക്കുകൂട്ടൽ തെറ്റിപ്പോയതാണ്. യൂദാസ് വിചാരിച്ചില്ല ഈശോനെ ഒരിക്കൽ പിടിക്കാൻ സാധിക്കുമെന്ന്. യൂദാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ തെറ്റ് ചെയ്തു പോയി. പത്രോസും തെറ്റ് ചെയ്ത്. പക്ഷേ യൂദാസിന് കുറ്റബോധമായിരുന്നു. പത്രോസ് അനുദപിച്ച്. അപ്പോൾ അനുദപിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പലവരിക്കും ഇപ്പോഴും സംശയമാണ്, എങ്ങനെ അനുദപിക്കുന്നത്? കുറ്റബോധം, അനുതാപം, അതെങ്ങനെയാണ്? ആരെങ്കിലും പറയാമോ മുമ്പിലുള്ളവർ? അനുതാപം എന്താ, കുറ്റബോധം എന്താ? അനുദപിക്കുന്നത് ചെയ്തു പോയ തെറ്റ് ആരോട് ചെയ്തു പോയ തെറ്റാ? ആരോടാ ചെയ്തു പോയ തെറ്റ്? ഈശോയോട് ചെയ്തു പോയ തെറ്റാണ്. ഈശോയാണ് പറഞ്ഞത് ഇത് ചെയ്യരുത്.
അതിനെതിരെ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പക്ഷേ അനുദപിക്കുന്നത് എങ്ങനെയാണ്? പലവരിക്കും അനുതാപം എന്ന് പറയണത്, കുറ്റബോധം എന്ന് പറയണത് ദൈവത്തോട് ഉള്ള നമ്മളോടുള്ള സ്നേഹത്തിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് കുറ്റബോധം. ഇപ്പോൾ എൻ്റെ മകൻ ഞാനറിയാതെ എൻ്റെ പോക്കറ്റിൽ ഇരുന്ന് 100 രൂപ കട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവനെനിക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ ഇവൻ എന്നെ കാണുമ്പോൾ എല്ലാം പേടിക്കും, അകന്ന് നിൽക്കും. അച്ഛൻ കണ്ടുപിടിച്ചാൽ അടിക്കും, ശിക്ഷിക്കും. ഇതുതന്നെയാണ് കുറ്റബോധത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തോട് അടുക്കാൻ സാധിക്കില്ല, ദൂരെ നിൽക്കും. അതെന്താ പലവരും കുമ്പസരിക്കാത്തത്? കുമ്പസാരത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അത് കുറ്റബോധം അകത്ത് കിടക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റില്ല. ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുക. ദൈവത്തെ ശിക്ഷിക്കുന്ന ആളായിട്ട് കാണുന്നതാണ് കുറ്റബോധം. ശവം ആ പൈസയൊക്കെ ചിലവാക്കി പിന്നെ വന്ന് അവനിക്ക് എന്നെക്കുറിച്ച് അറിയാം, ഈ സമ്പത്തൊക്കെ എനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടി അച്ഛൻ ജീവൻ കൊടുക്കും. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ പിന്നെയാണ് ഈ 100 രൂപ, പിന്നെയാണ് ഈ ചെറിയ പ്രശ്നത്തിനെ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതല്ലേ എൻ്റെ അച്ഛൻ. അച്ഛനോട് പോയി ഞാൻ പറയണം. അച്ഛനെ അത്രയ്ക്ക് എന്നോട് സ്നേഹമല്ലേ, എന്നെ എങ്ങനെയാണ് അച്ഛൻ ശിക്ഷിക്കുക? അച്ഛന് കുറേ കൂടെ എന്നോട് സ്നേഹം കൂടും, സന്തോഷമാവും. അവൻ വന്നിട്ട് എന്നോട് പറയാം, അച്ഛാ നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, 100 രൂപ ഞാൻ എടുത്തുപോയി, എന്നെക്കൊണ്ട് സാധിച്ചില്ല. കെട്ടിപ്പിടിക്കാൻ തോന്നില്ലേ? അതുതന്നെയാണ് നമ്മൾ ദൈവത്തോട് ചെയ്യേണ്ടത്. ദൈവമായിട്ട് അടുക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ദൈവം കെട്ടിപ്പിടിക്കും. ദൂതപുത്രൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു. ദൂതപുത്രൻ പാപം ചെയ്ത് അച്ഛനെ വെറുപ്പിച്ചുകൊണ്ട് അവൻ പോയി. ഇതിലുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ അച്ഛൻ ദൂതപുത്രൻ പോയപ്പോഴത്തേക്ക് അച്ഛൻ പുറകെ പോയില്ല, അച്ഛൻ കാത്തിരിക്കുകയുള്ളൂ. നമ്മളാ തിരിച്ചു വരേണ്ടത്. അച്ഛൻ കാത്തിരിക്കുക, എൻ്റെ മകൻ വരട്ടെ എന്ന് പറഞ്ഞു. അവൻ മനസ്സറിഞ്ഞ് വന്നം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൂതപുത്രൻ വന്നതെങ്ങനെയാണ്? അവൻ അച്ഛൻ്റെ സ്നേഹം മറന്നിരിക്കുന്നവരെ അവനിക്ക് വരാൻ സാധിച്ചില്ല. അവനിക്ക് എപ്പോൾ അച്ഛൻ്റെ സ്നേഹം ഓർമ്മ വന്നോ, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം അവിടെ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെയൊക്കെ പോയിട്ട് ചെറുതായാലും വലുതായാലും ഒരു കാര്യമില്ല. ഇതൊക്കെ നിസ്സാരമായിട്ട് സാധിച്ചെടുക്കുന്ന പലർക്കും തോന്നുന്നു. എനിക്ക് വലിയ വലിയ ആൾക്കാരെ അറിയാം, രാഷ്ട്രീയക്കാരറിയാം, അല്ല എൻ്റെ സുഹൃത്ത് ഇത്രയും വലിയ ആളാണ്. ചെറുതായാലും വലുതായാലും അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നെ, അമ്മ വഴി അച്ഛൻ്റെ അടുത്ത് വന്നെ, ഇവിടെ വന്നെ, ചേർന്ന് നിൽക്കണം. അനുദപിക്കുക. അനുദപിക്കുമ്പോൾ ദൈവമായിട്ട് അടുത്ത് വന്ന് ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്നന്ന് രാത്രി എഴുതി വെക്കണം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ ഇതുപോലെ സ്ലിപ്പ് എഴുതി വെക്കാറുണ്ട് ഇതുപോലെ. എന്നിട്ട് അന്ന് രാത്രി പറ്റുമെങ്കിൽ അമ്മ ഇന്ന് ആരോട് ഞാൻ നുണ പറഞ്ഞു, അവരോടില്ല പറഞ്ഞിരിക്കണ, അച്ഛനോട്, ദൈവത്തോടാണ്, ഈശോടാണ് ഞാൻ പറഞ്ഞത്, എഴുതി വയ്ക്കുക രാത്രി. എന്നിട്ട് അന്ന് അപ്പം അനുദപിക്കുക. എന്നിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഈ പേപ്പർ കൊണ്ടുപോയിട്ട് ആ ഡേറ്റ് വെച്ചിട്ട് പറ്റുമെങ്കിൽ കുമ്പസാരിക്കണം. എന്നിട്ട് രണ്ടാമത്തത്, ദൈവ സാന്നിധ്യം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം അമ്മയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അമ്മയുടെ ഹൃദയത്തിൽ
ഈശോ ആണ്. എപ്പോഴും അമ്മ എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കും. ഈശോനെ ഹൃദയത്തിൽ വെച്ചിരിക്കുക. നമ്മളെ കുടുംബത്തിൽ അതും പ്രഭാഷകൻ 3:4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവന് സമ്പത്ത് ലഭിക്കുമെന്നാണ്, കണ്ടെത്തും. ഇപ്പം നിൻ്റെ കുടുംബത്തിൽ ഉള്ള കുറവുകളെല്ലാം, ദാരിദ്ര്യം എന്ന് പറഞ്ഞത് സ്നേഹത്തിൻ്റെ ആയിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം, ആരോഗ്യമായിരിക്കാം, സന്തോഷത്തിൻ്റെ ആയിരിക്കാം, സമാധാനമായിരിക്കാം, അതെല്ലാം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം. അമ്മ എങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്? അമ്മയെ എവിടെ വെച്ചാണ് കിട്ടുന്നത്? എവിടെ വെച്ചാണ് കിട്ടുന്നത്? ദിവസവും അമ്മ വേണം. ഒരു ദിവസം തള്ളി പറഞ്ഞു വിടരുത്. ദിവസം അമ്മ വീട്ടിലുണ്ടാകണം. എങ്ങനെയാണ് കൊണ്ടുപോകണേ? ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഈശോ അമ്മയെ തന്നത് എവിടെ വെച്ചാ? കുർബാനയിൽ വെച്ചാ തന്നത്. ഇതാ നിൻ്റെ അമ്മ. ദിവസവും കുർബാനയ്ക്ക് പോവുക, ഈശോ ഇങ്ങനെ തരും, ഇതാ നിൻ്റെ അമ്മ എന്ന്. ഈശോയെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടി വയ്ക്കണം, എനിക്ക് എൻ്റെ അമ്മയെ വേണം. കുർബാനയ്ക്ക് ദിവസവും പോകണം. ഉടമ്പടി പറഞ്ഞിട്ടുള്ള ഇതാ. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നോക്കുക. എപ്പോഴത്തെ ഞങ്ങളൊക്കെ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അമ്മ മാതാവിന് നന്ദി പറയണം. ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് ട്രിപ്പായാലും ഫോറിൻ ട്രിപ്പായാലും ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ആദ്യം റൂം നോക്കും, അവിടെ കുർബാന ഉണ്ടാകും നോക്കും, ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് നോക്കും, നെറ്റിൽ നോക്കും. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് നാട്ടിൽ പോയാലും, ഫോറിനിൽ പോയാൽ പോലും പള്ളിയുടെ അടുത്തായിരിക്കണം എടുക്കുന്ന റൂം. ഇല്ല ഇവിടെ തന്നെ തിരുവനന്തപുരം പോയാലും ശരി, കോട്ടയം പോയാലും കാലത്തെ കുർബാന എത്രയാണെന്ന് പള്ളിയിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അതനുസരിച്ചാണ് ചെയ്യുന്ന. പിന്നെ ഒന്നില്ലെങ്കിൽ 6 മണിക്ക് കാലത്തെ കുർബാന കൂടിയിട്ട് പുറത്തേക്ക് പോകും, ഇല്ലെങ്കിൽ കൂടാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം മാക്സിമം കാലത്ത് തന്നെ പോകണം. തലേദിവസം പോയിട്ട് എനിക്ക് ഇന്നാ ജോലിയെങ്കിൽ തലേദിവസം പോകും, കുർബാന കാലത്തെ കൂടണം. ഇന്ന് വൈകുന്നേരമാണ് പണിയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തലേദിവസം പോയി താമസിക്കണം, കുർബാന കാലത്തേ ഉണ്ടെങ്കിൽ. അവിടെ വെച്ച് അമ്മേനെ നമുക്ക് കൂടെ എടുക്കണം, വിളിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക്, യോനാൻ കൊണ്ടുപോയതുപോലെ. അപ്പോൾ ഇത് ദിവസവും കുർബാനയ്ക്ക് ഇങ്ങ് പോയിരിക്കണം, അമ്മ കൂടെ വരും. അപ്പോൾ നമ്മൾ അനുതാപത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അനുതാപം എന്ന് പറയണത് ദൈവമായിട്ടുള്ളൊരു നല്ല ബോധ്യം, ഈശോനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തോടെ എൻ്റെ അച്ഛ അവിടെ കുമ്പസാരക്കൂട്ടത്തിലിരിക്കുന്ന അച്ഛന്മാരെ കാണുമ്പോൾ അത് ഈശോ തന്നെയാണ്, ഈശോയെ കാണണം. നിങ്ങൾ കുമ്പസരിക്കാൻ തുടങ്ങുമ്പോൾ അത് ഈശോ ആയിട്ട് മാറും. ഈശോയോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി, അച്ഛൻ എന്ത് വിചാരിക്കും? അച്ഛൻ പരിചയമുള്ളതാണ്, അത് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോഴത്തേക്കും എങ്ങനെ മുഖത്തേക്ക് നോക്കും, അതൊന്നുമില്ല. നിങ്ങൾ ഈശോ എടുത്ത് പറയണം. ഇത് ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ പലവരിക്കും ഈ നമുക്ക് മാതാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമയപരിധി ഇല്ല ഇതിന്, എനിക്കറിയാം, സമയപരിധി ഇല്ല. ഞാൻ ഇവിടെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഉടമ്പടി അന്ന് തുടങ്ങിയ കാലമാണ്. അപ്പോൾ ഒരു കൊച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എൻ്റെ പേര് ഞാൻ ഓർക്കണമെന്നില്ല, കൗൺസിലിങ്ങിന് കയറിയിട്ട് കരഞ്ഞ എന്നോട്, പ്രൈസ് ദി ലോർഡ്, കരഞ്ഞിട്ട് പറഞ്ഞ്, ബ്രദറെ എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക, അടുത്ത ആഴ്ച കല്യാണമാണ്. അപ്പോൾ ഏതോ ഒരു പേപ്പറിൽ നോക്കിയിട്ട് അഡ്വർടൈസ് കണ്ടിട്ട് അവർ എല്ലാം ഉറപ്പിച്ച് എല്ലാവരെയും
കാർഡെല്ലാം കൊടുത്ത്, ഇൻവിറ്റേഷൻ കാർഡെല്ലാം കൊടുത്തിരിക്കുക. ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടുകാരും ഫോൺ എടുക്കണില്ല. അവരുടെ വീട്ടുകാർ, ചെക്കൻ്റെ വീട്ടുകാർ ഫോൺ എടുക്കണില്ല. ചെക്കനും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, പയ്യനും ഫോൺ എടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് മരിക്കാനേ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഹോൾ ബുക്ക് ചെയ്ത് കാർഡ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഫോൺ എടുക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വീട് പൂട്ടിയിരിക്കുക, എന്നാരെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും ഇങ്ങോട്ടും വിളിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്താ ഇതിന് ഉത്തരം? എന്താ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ഉത്തരം ലഭിക്കില്ല. ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ലൈനിൽ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കൊച്ചിനോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, അമ്മ മാതാവ് ഇവിടെ ഉണ്ടല്ലോ, നീ പോയി ഉടമ്പടി എടുക്ക്. അപ്പോൾ ഇത് എന്ത് മനസ്സിലായി എന്നറിയില്ല. പോയിട്ട് അവിടെ ക്ലാസ്സൊക്കെ കൂടി വന്ന് ഉടമ്പടി എടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓടി വന്ന്, ബ്രദറെ, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്ന്, ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ചെക്കനെ വിളിക്കുന്നത്. സ്പോട്ടിലാണ്. അവൻ വിളിച്ചിട്ട് പറഞ്ഞ്, വീട്ടുകാരിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷേ ഞാൻ സമ്പാദിക്കുകയാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിന്നെ വന്ന് കെട്ടിക്കോളാം, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടിയുടെ ടൈം ലിമിറ്റ് എന്ന് പറയണത് നമ്മളെ വിശ്വാസവും ദൈവസാന്നിധ്യവും. ആ കൊച്ചിൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. നമുക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംശയമോ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ പോയി ദൈവമായിട്ട് നമ്മൾ അകന്ന് നിൽക്കുക, സന്തോഷിക്കുക. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഉത്തരവില്ലാത്തതാണെങ്കിൽ കൂടുതൽ സന്തോഷിക്കുക. ദൈവത്തിന് അതുപോലത്തെ സബ്ജക്റ്റായ ഇഷ്ടം. നിൻ്റെ വിശ്വാസം കൂട്ടാൻ പറ്റും നിനക്ക്. നിൻ്റെ മുമ്പിൽ ഒരു ഉത്തരവുമില്ല, ഇതിനെ ഞാൻ പരിഗണിക്കും, ഇതിനെങ്ങനെയാണ് ഈ കാര്യം എങ്ങനെ നടത്തിയെടുക്കും, ഇതെങ്ങനെ സാധിക്കും. അങ്ങനത്തെ പ്രശ്നം അമ്മയ്ക്കും അതുപോലത്തെ. അമ്മ ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ടാണ്, ഇതെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിന് എന്നിൽ വരുമ്പോൾ സാധിക്കും. ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ തരാൻ ഇഷ്ടമാണ്. അത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന വിശ്വാസം വഴിയാണ്. നിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണെങ്കിൽ, വേറെ ഒരു മാർഗവും നിൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ, നിൻ്റെ വിശ്വാസം വലുതായിരിക്കും. വിശ്വാസം വലുതാക്കാനുള്ള ഒരു അവസരം അത്. ആ സാഹചര്യത്തിൽ നിൻ്റെ വിശ്വാസം അധികമാക്കാതെ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവമേ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ, അതുപോലെ അനുദപിക്കണം. അപ്പോൾ ദൈവ സാന്നിധ്യം നിനക്ക് വിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തെടുക്കണം, ഞാൻ എന്തൊക്കെയാണ് പാവം ചെയ്തത്, ഇന്നലെ എന്ത് ചെയ്ത്, ഇപ്പോൾ ഇവിടെ ഇരുന്ന് പുറയിലേക്ക് പോകണം. ഈ 1 മണിക്കൂർ മുമ്പ് ഞാൻ എന്താ ചെയ്തത്, അതിനു മുമ്പ് എന്താ ചെയ്തത്. അപ്പം നിനക്ക് ഞാൻ സമയം തരാം, നിനക്ക് 1-ാം സ്ഥാനം തരാൻ ഞാൻ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. പല സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പല സമയത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ചൊല്ലി അനുദപിക്കുക. അനുദപിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായി വരും. നിനക്ക് തന്നെ മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. പലവരിക്കും വിശ്വാസം പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് താമസിക്കുമ്പോഴാണ്. നമ്മൾ ഉത്തരം ലഭിക്കാൻ താമസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്നും അടയാളം കിട്ടിയില്ല. പലവരും എന്നെ വിളിക്കാറുണ്ട്, ബ്രദർ ഞാൻ ഉടമ്പടി എടുത്ത് ഇപ്പോൾ പുതുക്കി, എനിക്ക് ഈ കാര്യം നടന്നിട്ടില്ല, പിന്നെയും പുതുക്കി. പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ ശ്രദ്ധിച്ചോ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇത് ദൈവം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാതാവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അനുഗ്രഹത്തിൻ്റെ കൂടെ കൃപ നമുക്ക് വേണം നിത്യജീവന് വേണ്ടിയിട്ട്. പുതിയ ഏർപ്പാടിലതാണ്, പുതിയ നിയമത്തിലതാണ്. അപ്പോൾ നമുക്ക് കൃപ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് കൃപയുടെ ആവശ്യമുണ്ടാവും.
മാതാവിനെ അറിയാം, അത് മുൻകൂട്ടി അറിയാം. ഇത് ഇത്രയും കൃപ, ഒരു 50 കിലോ കൃപ ഉണ്ടെങ്കിലേ ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റൂ. നിൻ്റെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ കിട്ടുന്നത് 1/2 കിലോ കൃപയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതും. പിന്നെ അതിൻ്റെ കൂടെ സങ്കടപ്പെടുമ്പോൾ 5 കിലോ കൃപയായിരിക്കും. നമ്മൾ സങ്കടപ്പെടുമ്പോഴത്തേക്ക് അത് കുറഞ്ഞ് അതിൽ 3 കിലോ പോയി, പിന്നെ 2, പിന്നെ നുണ പറയും, പിന്നെ അത് അനുദിപ്പിക്കാൻ വിട്ടുപോകും. അപ്പോൾ അതിൽ 1 കിലോ കൂടി പോയി, പിന്നെ 1 കിലോ ഉണ്ടാകും. അങ്ങനെ ബാക്കി നിൽക്കുന്ന ചിലപ്പോൾ 1/2 കിലോ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വെക്കണം. മാതാവിൻ്റെ വഴി കൃപ തരും. അത് നിത്യജീവന് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കും. എന്താ കാര്യമെന്ന് വെച്ചാൽ നിത്യജീവന് വേണ്ടി നീ ജോലി ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം നിനക്ക് അതിൻ്റെ കൂടെ തരും. പക്ഷേ ഇത് മാതാവിൻ്റെ കൃപ ഇങ്ങനെ ഡെപ്പോസിറ്റായിരിക്കുക. നിൻ്റെ കൃപയും കൂടി അതിൽ വേണം. അതിനു വേണ്ടിയിട്ടായി താമസം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളുടെ ശക്തി വലുതായിരിക്കും. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. അതെന്താണെന്നാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് നല്ല ഡ്രൈവറിനെ കിട്ടുന്നില്ല. ദിവസവും കുർബാനയ്ക്ക് പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു കൊന്തയും ചൊല്ലും, എനിക്ക് ഡ്രൈവറിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിവസവും ഞാൻ പോകുന്നത് അവിടെ ഡോൺ ബോസ്കോ പള്ളിയുണ്ട്, അവിടെ ചിൽഡ്രൻസ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് അവിടെ, കോയമ്പത്തൂർ. ദിവസം കാലത്തെ പോകും. അപ്പോൾ അവിടെ ഞാൻ അന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുക. കുറേ കാലമായി കിട്ടും, പക്ഷേ എനിക്ക് തൃപ്തിയാകില്ല. ഡ്രൈവർ വേണം, എനിക്കൊരു നല്ലൊരു മാനേജറും വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഡ്രൈവറാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതും പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ലാസ്റ്റ് ഞാൻ ഡ്രൈവറിനെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതിനു വേണ്ടി മാത്രമല്ല കൊന്തയുള്ള, വേറെ ഞങ്ങളെ ഗ്രൂപ്പ്, പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. അതിന് വാട്സപ്പിൽ കുറേ പേരുണ്ട്. അവരുടെ നിയോഗങ്ങളൊക്കെ ഇടും. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അതിൽ ഡ്രൈവറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കിടയ്ക്കുക, പ്രാർത്ഥനയുടെ ഡെപ്പോസിറ്റ് അവിടെ കിടയ്ക്കുക, കൃപയായിട്ട് അവിടെ കിടയ്ക്കുക. നമ്മളെ ഈ തന്നെ ഉണ്ട്, പേഴ്സിൽ കിടയ്ക്കുക, അത് സ്റ്റോക്ക് കിടയ്ക്കുക. പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞ, സെൽവദുര അച്ഛനാണ് അവിടുത്തെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ, ബ്രദർ ഞങ്ങൾക്കൊരു ഡ്രൈവറെ കിട്ടിയിട്ടില്ല കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിരിച്ച്. ഇവിടെ ഞാനിത് 3-4 മാസമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ അച്ഛനോട് പറഞ്ഞേ, അച്ഛൻ ഞാൻ ഇതിപ്പോൾ പ്രാർത്ഥിക്കുക, അച്ഛന് നാളെ ഡ്രൈവറിനെ കിട്ടും കേട്ടോ. എനിക്ക് തന്നിട്ടില്ല, അത് മാതാവ്. അപ്പോൾ ഇത് ദൈവഹിതമാണ്, ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും കൃപ വേണം. അത് ചിലപ്പോൾ നമുക്ക് അനുഭവത്തിൽ കിട്ടില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ അത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റും. അടുത്ത ദിവസം അവിടെ ഡ്രൈവറിനെ കിട്ടി അച്ഛന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പ്രാർത്ഥനയുടെ ഡെപ്പോസിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ഉടമ്പടി എടുത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ഇന്ന് വീട്ടിൽ പോയിട്ട് നോക്ക്. ഒരു അസുഖമുള്ളവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക, അവരുടെ അസുഖം അപ്പം മാറും. കടബാധ്യത ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കത് താമസിക്കേണ്ടെങ്കിൽ തൊട്ടടുത്ത് നിങ്ങളുടെ കടബാധ്യത 5 ലക്ഷമോ ചിലപ്പോൾ 50 ലക്ഷക്കാരന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പം ദൈവം കേൾക്കും. ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ദൈവസ്നേഹം അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം താമസിപ്പിക്കുന്നത്. ദൈവസ്നേഹം, ദൈവം കൂടെ നിൽക്കാമെന്ന് എന്ന് വെച്ചാൽ ദൈവത്തിനെ കൊണ്ട് കഴിവില്ലായ്മ ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്ത് ആവശ്യത്തിന് പ്രാർത്ഥിക്കണോ അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നടന്നിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഉടമ്പടി എടുത്തവർ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് അഭിനന്ദിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടാകുമ്പോൾ അതിലാണ് ദൈവം അനുഗ്രഹങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ അനുദപിക്കുമ്പോൾ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണേ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. അപ്പോൾ ദൈവം അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കും. ഞാൻ സ്നേഹമാണ്, ഞാൻ ക്ഷമിക്കാനായിരിക്കുന്ന, പക്ഷെ നീ ക്ഷമിച്ച, ഞാൻ നിന്നിൽ കരുണ കാണിക്കുമ്പോൾ നീ മറ്റുള്ളവരോട് കാണിച്ച. ലൂക്ക 6:36
നിൻ്റെ പിതാവ് കരുണയുള്ളവനെ പോലെ നീയും കരുണയുള്ളതായിരിക്കുക. നിനക്ക് നിൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റിയ, നിൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റിയ, മക്കളോട് ക്ഷമിക്കാൻ പറ്റിയ, അമ്മയോട്, അച്ഛനോട്, അയൽക്കാരനോടൊപ്പം അടുത്തുള്ളവരോട് ക്ഷമിക്കാൻ പറ്റിയ, അവർ ചെയ്ത തെറ്റുകൾ മാത്രം. തെറ്റ് ചെയ്ത ആൾ മറന്ന ആളും നമ്മ മറക്കില്ല, അവൻ എന്നോട് ഇത് ചെയ്തു. ഞാൻ ചില സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വിജു സബാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അമേരിക്കയിൽ. അപ്പോൾ കുറേ കാലമായിട്ട് അയാളെ ഫോൺ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഫോൺ കിട്ടി, കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, നീ എന്നോട് അഭിനയിക്കുകയാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, എന്നോ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല, അത് ഞാൻ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് എല്ലാ മനുഷ്യരിലുമാണ്. നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആളത് ചിലപ്പോൾ മറന്നാലും നമ്മൾ മറക്കില്ല. അത് അപ്പത്തേക്ക് അവർ ചെയ്യുന്ന, അതാ ഈശോ പറയണം, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. നമ്മളോട് തെറ്റ് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, അവരില്ല ചെയ്യുന്നത്. നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കാൻ കൂടുതൽ അനുഗ്രഹിക്കാൻ നമ്മളെ പിതാവ്, നമ്മളെ അമ്മയും അച്ഛനും ചേർന്ന് അത് ഒരുക്കിയിരിക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക നമുക്കെതിരെ. നമ്മുടെ ഭാര്യ നമുക്ക് പിടിക്കാത്ത പോലെ സംസാരിച്ച് നമ്മളെ ബഹുമാനിക്കുന്നില്ല, അത് അവരില്ല ചെയ്യുന്നത്. നീ അവരെ ക്ഷമിക്കാനും നിനക്ക് കൃപ കൂടുതൽ തരാനും വേണ്ടിയിട്ട് നിൻ്റെ ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിന്നെ ആരെങ്കിലും അപമാനിച്ചെങ്കിൽ അവരില്ല ചെയ്യുന്നത്. യോഹന്നാൻ 7:7 വരുന്നതെല്ലാം അവിടെ ഇരുന്നാണ് വരുന്നത്, അത് മനസ്സിലാക്കണം. ഇല്ല, നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവിടെ അറിയാതെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും സംഭവിക്കില്ല. നിൻ്റെ ഓരോ മുടി എണ്ണിയിരിക്കുകയല്ലേ. ലൂക്ക 12:7 ഈശോ പറയാം, നിനക്ക് നിൻ്റെ എല്ലാ കാര്യവും ഞാൻ എണ്ണി വെച്ചിരിക്കുക, അത്രയും കരുതലുണ്ട്. നിന്നെ ഒരുത്തൻ ഡീന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അറിയാതെ വിളിക്കില്ല, ഞാൻ അനുവദിക്കാതെ വിളിക്കില്ല. അവരോട് ക്ഷമിക്കുക. അവരെ ക്ഷമിക്കുമ്പോൾ നിനക്ക് തടസ്സമായി നിൽക്കുന്ന, ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം നിന്നിലേക്ക് വന്നു ചേരും. ഇന്നൊരു തീരുമാനം എടുക്കുക, ഇവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കുക. എത്ര വലിയ തെറ്റ് ചെയ്തവരായിരിക്കട്ടെ, ചിലപ്പോൾ നിൻ്റെ സമ്പത്ത് അവർ കൊണ്ടുപോയിട്ടുണ്ടാകാം, നിനക്ക് വലിയ നഷ്ടം ഉണ്ടായിക്കോളാം. പക്ഷെ നിനക്ക് ലാഭം നിൻ്റെ അമ്മയെ കിട്ടി, നിൻ്റെ ലാഭം അതാ. സത്യം പറഞ്ഞാൽ പല ആണുങ്ങൾക്കും ഭാര്യയോട് വെറുപ്പാണ്, പുറത്ത് പറയില്ല, പക്ഷെ വെറുപ്പാണ്. ഭാര്യമാർക്കും ഭർത്താവിനോട്. അവരില്ല തെറ്റുകാർ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത്. പലവരും അവരോട് നിങ്ങൾ ക്ഷമിക്കുക, കരുണ കാണിക്കാൻ നിങ്ങൾക്കൊരു അവസരം തരിക ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് ഉടമ്പടിയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണില്ല. അനുദപിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകരുത്. കുറ്റബോധം ഇല്ലാതിരിക്കാൻ ഈശോനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം, ഒരു ബോധ്യം ഉണ്ടാകണം. ഈശോ എന്തോരം എന്നെ സ്നേഹിക്കുക, കാത്തിരിക്കുക. ദൂതപുത്രൻ്റെ അച്ഛൻ കാത്തിരുന്ന പോലെ എൻ്റെ ദൈവം എന്നെ കാത്തിരിക്കുക. പിന്നെ അവിടെ തടസ്സം നിൽക്കുന്നത് ഞാൻ ക്ഷമിക്കാതെ ഇരിപ്പുണ്ട് ആരെങ്കിലും, ഞാൻ ക്ഷമിക്കണം. അവരറിഞ്ഞിട്ടില്ല, അവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കുരിശിലിരുന്ന് ഈശോ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് അറിയുന്നില്ല പിതാവേ. പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച പിതാവ് തന്നെയല്ലേ. നമ്മെല്ലാവരിക്കും പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട്, രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് യൂദാസിനെ കൊണ്ടും ഈശോനെ കുരിശിൽ കൊണ്ടുപോയവരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിച്ച പിതാവിൻ്റെ പദ്ധതി തന്നെയല്ലേ.
അതുകൊണ്ട് ഈശോ പറഞ്ഞാൽ അവരറിയുന്നില്ല പിതാവെ അവർ ചെയ്യുന്നത്. നമ്മളും പ്രാർത്ഥിക്കണം, പിതാവെ അവരറിയുന്നില്ല, പിതാവെ അമ്മ അവരറിഞ്ഞിട്ടില്ല എന്നോട് ചെയ്ത ദ്രോഹം. അത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദിവസവും കുർബാനയ്ക്ക് പോകണം. കുർബാനയിൽ അമ്മയെ ചോദിക്കണം, ഈശോയെ നന്ദി, ഈശോയെ എനിക്ക് നീ അമ്മയെ തന്നതിന് നന്ദി. എന്നെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കുർബാനയിലും ഈശോ അമ്മയെ തരയില്ലേ നമുക്ക്? നന്ദി ഈശോയെ. അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, കൊന്തയും ചൊല്ലി വീട്ടിൽ കൊണ്ടുപോകണം. അടുത്ത ദിവസം വരണം, ഈശോ തരും, അമ്മയെ തരും, കൊണ്ടുപോകണം. ദിവസം കുർബാനയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വലിയ അനുഗ്രഹമായിരിക്കണം. നിങ്ങൾക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയണത് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറി മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കണം ജീവിച്ച്. പ്രൈസ് ദി ലോർഡ്.